വെൽക്കം ടു എസ് ബി കിച്ചൺ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ചോക്ലേറ്റ് കേക്ക്. മൈദയും മുട്ടയും ഉപയോഗിക്കാതെയാണ് ഞാനിന്നിവിടെ ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കുന്നത്. ഞാൻ മൈദക്ക് പകരം ഇവിടെ ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് നോക്കാം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 കപ്പ് ഗോതമ്പ് പൊടി, 1/3 കപ്പ് പാൽ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ, 1 കപ്പ് തൈര്, 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ്, 1/4 കപ്പ് കൊക്കോ പൗഡർ. ഇതൊക്കെയാണ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് നോക്കാം. ഇനി നമുക്ക് തൈരും ബേക്കിംഗ് സോഡയും നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇതിനി നമുക്ക് മാറ്റിവെക്കാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും എടുത്തു വെച്ച വെജിറ്റബിൾ ഓയിലും ചേർത്ത് പഞ്ചസാര മെൽട്ടാവുന്നതുവരെ മിക്സ് ചെയ്യുക. പഞ്ചസാരയും വെജിറ്റബിൾ ഓയിലും കൂടി നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച തൈര് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടിയും കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് ഒരരിപ്പയിൽ നന്നായി അരിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച 1/3 കപ്പ് പാൽ ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ബാറ്റർ തയ്യാറായിരിക്കുന്നു. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേ എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ബേക്കിംഗ് ട്രേ എടുത്ത് അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് അതിന് മുകളിൽ ബട്ടർ പേപ്പർ വെച്ച് അതിന് മുകളിൽ ഒന്നുകൂടെ വെജിറ്റബിൾ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള എയർ ബബിൾസ് പോകാൻ 2-3 തവണ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓവനിലല്ല ഞാനിതിവിടെ ബേക്ക് ചെയ്യുന്നത്. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഉപ്പ് ഇട്ട് അതിൻ്റെ മുകളിലൊരു സ്റ്റാൻഡും കൂടെ വെച്ച് 10 മിനിറ്റ് അടച്ചു വെച്ച് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് വെച്ച് കൊടുക്കാം. 30 to 35 മിനിറ്റോളം അടച്ച് ഇതിനെ ബേക്ക് ചെയ്തെടുക്കുക. അങ്ങനെ കേക്ക് റെഡിയായിരിക്കുന്നു. ഇനി നമുക്ക് കേക്ക് ട്രേയിൽ നിന്നും കേക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. കേക്ക് നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ എടുത്തു മാറ്റാം. ഇനി നമുക്ക് കേക്കിനെ 2 ലെയറായി മുറിച്ചെടുക്കാം. മുറിച്ച് വെച്ച 2 ലെയറും നമുക്ക് സെപ്പറേറ്റ് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെച്ച് ക്രീം തയ്യാറാക്കാം. ഞാനിവിടെ 1 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം നന്നായി റെഡിയായി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് കേക്കിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്ത് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് അതിലേക്ക് കേക്ക് എടുത്ത് വെച്ച് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് വീണ്ടും അതിന് മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ കേക്കിൽ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ വിതറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കേക്ക് റെഡിയായിരിക്കുന്നു. ഇനി നമുക്കിത് 4 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ചാലും മതി. അങ്ങനെ കേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡിയായിരിക്കുന്നു. ഞാൻ ഇതിനു മുമ്പും ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അത് മുട്ടയും മൈദയും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. മുട്ട യൂസ് ചെയ്യാണ്ട് ഗോതമ്പ് മാത്രം വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയത്. അത് എൻ്റെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ആവശ്യപ്രകാരം ഞാൻ അവർക്ക് വേണ്ടി ഈ ചോക്ലേറ്റ് കേക്ക് ഗോതമ്പ് വെച്ച് ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കിയതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.